ലോജിക്കിലോട്ടല്ല, അടുത്ത എക്സസൈസിലോട്ട് കയറാം. നമ്മൾ പറഞ്ഞത്രേ ലോജിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ മക്കളെ. എന്തൊക്കെയാ പറഞ്ഞത്? ഒരേ ബേസുകൾ a⁻m ഇൻറ്റു a⁻n. നോക്ക്, രണ്ടിനും എന്താ ഒരേ ബേസ് അല്ലെ, രണ്ടിനും താഴെ ചെയ്യാം. ഒരേ ബേസിൽ മൾട്ടിപ്ലിക്കേഷൻ വരുവാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a⁻m പ്ലസ് n. രണ്ടാമത്തെ ലോജിക്ക് എന്താ പറഞ്ഞേ? a⁻m ഡിവൈഡഡ് ബൈ a⁻n. എന്താ പ്രത്യേകത? രണ്ടിനും ഒരേ ബേസാ, രണ്ടിൻ്റെയും ബേസ് a ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആൻസർ എന്ത്? ന്യൂമറേറ്ററിൻ്റെ പവർ a മൈനസ് ഡിനോമിനേറ്ററിൻ്റെ പവർ. പിന്നെ നമ്മൾ എന്നാ പഠിച്ചേ? a⁻m ഇൻറ്റു n. എവിടെ ഇൻറ്റു വന്നേ? പവറിലാണ് ഇൻറ്റു വന്നേ. മറ്റടുത്ത് എവിടെ ആയിരുന്നു? താഴെയാണ് വന്നേ. ഇങ്ങനെ പവറിൽ വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a⁻m ദ ഹോൾ റേസ് ടു n എന്ന് എഴുതാം. പിന്നെ നമ്മൾ പഠിച്ചത് നെഗറ്റീവിൻ്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ ഒറ്റ വരെയുള്ള സിമ്പൽ ഏതാ? മൈനസ്. നെഗറ്റീവിൻ്റെ പവർ ഈവൻ ആണെങ്കിൽ എന്താണ് ഉത്തരം? 2 വരെയുള്ള സിമ്പൽ വരും. പിന്നെ സൈൻ റൂൾസ് അറിയാം. പ്ലസ് ഇൻറ്റു പ്ലസ് ഇസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് ഇസ് ഈക്വൽ ടു പ്ലസ്, മൈനസ് ഇൻറ്റു പ്ലസ് ഇസ് ഈക്വൽ ടു മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് ഇസ് ഈക്വൽ ടു മൈനസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരേ സിമ്പിൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ഇടണം, ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ മൈനസ് ഇടണം. ഓക്കെ, അപ്പം നെക്സ്റ്റ് എക്സസൈസിലോട്ട് കയറുക. 13.2 അതിലെ ഫസ്റ്റ് എക്സസൈസ് എന്താ പറഞ്ഞേ? യൂസിങ് ലോ ഓഫ് എക്സ്പോണൻസ്. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്നതായി ലോ ഓഫ് എക്സ്പോണൻസ് എന്ന്. അതാണ് ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇത് മൂന്നുമാണ് ലോ ഓഫ് എക്സ്പോണൻസ്. ലോ ഓഫ് എക്സ്പോണൻസ് താഴെ തന്നിരിക്കുന്നതിനെ സിംപ്ലിഫൈ. ഇതെന്താ? ആദ്യത്തെ നോക്ക്, ഇതിന്റെ ബേസ് സെയിമാ. ബേസ് സെയിം ഉള്ളവരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ പവറുകളായ 2, 4, 8 ആഡ് ചെയ്യുക. 2 + 4 എത്ര? 6. 6 + 8 എത്ര? 14. 3⁻14. രണ്ടാമത്തെ നോക്കാം. എന്താ? ഒരേ ബേസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തു. ഒരേ ബേസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? അതേ ബേസ് എഴുതുക. ന്യൂമറേറ്ററിന്റെ പവറിൽ നിന്ന് ഡിനോമിനേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. ന്യൂമറേറ്ററിന്റെ പവർ എത്ര? 15. അതിൽ നിന്ന് ഡിനോമിനേറ്ററിന്റെ പവർ എത്ര? 10. 15 - 10 എത്ര? 5. 6⁻5. തേർഡ് നോക്കാം. രണ്ടിനും എന്താ? ഒരേ ബേസ്. ബേസ് ഏതാ? a. എന്ത് ചെയ്തിരിക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു ബേസിനെ. ബേസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. പവറുകൾ എത്ര? 3ഉം 2ഉം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? a⁻3 + 2. 3 + 2 എത്ര? 5. a⁻5. അടുത്ത നോക്കാം. അടുത്തത് എന്താ? ഒരേ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യണം? സെയിം ബേസ് എഴുതുക, പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. പവറുകൾ എന്തൊക്കെയാ? എക്സും 2ഉം. അപ്പം x + 2 7x + 2. അടുത്ത നോക്ക്, ഫിഫ്ത്ത് വൺ. എന്താ പറഞ്ഞേക്കുന്നത്? 5² ദ ഹോൾ റേസ് ടു 3 എന്ന് വെച്ചാൽ a⁻m ദ ഹോൾ റേസ് ടു n. a⁻m ദ ഹോൾ റേസ് ടു n ന്റെ ഇക്വേഷൻ എന്താ? ഇങ്ങനെ മുകളിൽ വന്നാൽ എന്ത് ചെയ്യണം? അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. a⁻m × n. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ. അപ്പം എനിക്കിതിനെ എങ്ങനെ എഴുതാം? 5² ദ ഹോൾ റേസ് ടു 3 എന്ത് വരും? 2 × 3 വരും അല്ലേ? അപ്പം നമുക്കതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 5² × 3 ഡിവൈഡഡ് ബൈ 5³ ഇസ് ഈക്വൽ ടു 5² × 3 എത്ര? 5/6 ഡിവൈഡഡ് ബൈ 5/3. ഇതേ കണ്ടോ? ഒരേ ബേസുകൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യണം? അതേ ബേസ് എഴുതുക, ആദ്യത്തെ പവറിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കുക. 6 - 3 എത്ര? 3 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടി? 5/3. ഓക്കെ, അടുത്തത് എഴുത്. 2⁵ × 5/2. എന്താ? 2⁵ × 5/2. ഒരേ ബേസ് ആണോ മക്കളെ? അല്ലല്ലോ. ഒരേ ബേസ് അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, പറ്റത്തില്ല. ഇതിനെ ഇതുപോലെ തന്നെ എഴുതി വെക്കേണ്ടി വരും. എന്തെന്ന് എഴുതാം? 2⁵
2^5നെ 2^5 എന്നും 5^2നെ 5^2 എന്നും എഴുതണം. ഒരേ ബേസ് അല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യണം? അതിനെ അതുപോലെ തന്നെ എഴുതാം. a⁴ ഇൻറ്റു b⁴. ഇതിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ മിസ് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്ന്. അടുത്തത് നോക്ക്, 3^4 ഏത് ഫോർമുല? a⁴n എത്ര? a⁴m × n. എത്ര കിട്ടും? 3^12. അടുത്തത് 9th ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ പറഞ്ഞത്? ആദ്യം നമുക്കറിയാം ബോർഡ് മാസ് എന്ന് പറയുന്ന റൂളിനെ കുറിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഉള്ളവരെ വേണം ആദ്യം ചെയ്യാൻ. ഇതെന്താ ചെയ്തേക്കുന്നേ? ഒരേ ബേസ് ആണല്ലേ ഇവിടെ. ഇവരെ ഡിവൈഡ് ചെയ്തേക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 2^2 ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത് കൊണ്ട് 20ൽ നിന്നും 15 സബ്ട്രാക്ട് ചെയ്തു. അപ്പം ബ്രാക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇൻറ്റു 2^3 അതുപോലെ തന്നെ ഞാൻ എഴുതിയേ. 20ൽ നിന്ന് 15 പോയി എത്ര? 5 അല്ലയോ? 2^5 ഇൻറ്റു പിന്നെ ഒരു 2^3 ഉണ്ട്, അത് അതുപോലെ എഴുതി. ഇതേ ഒരേ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഒരേ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെന്ന് എഴുതാം? അതേ സംഖ്യ എഴുതുക, പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 5 + 3 എത്ര കിട്ടും? 2^8. അടുത്ത നോക്ക്, ഒരേ ബേസുകളാണ്, രണ്ടിന്റെയും ബേസ് 8 ആണ്. അപ്പൊ നമ്മൾ അതേ ബേസ് എഴുതി. എന്താ ചെയ്തേക്കുന്നേ? ഡിവൈഡ് ചെയ്തേക്കുക. അപ്പൊ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. t-2. എല്ലാത്തിന്റെ ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ എന്താ? പവറുകളുള്ള സാധനങ്ങളെ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഹോൾ റൈസ് ടു മേ പറഞ്ഞുള്ളൂ അല്ലേ? ഇത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഹോൾ റൈസ് ടു. അല്ലാതെ അഡിഷനും സബ്ട്രാക്ഷനും ഒരേ ബേസ് ഉള്ളവരുടെ അഡിഷൻ, ഒരേ ബേസ് ഉള്ളവരുടെ സബ്ട്രാക്ഷൻ അങ്ങനെ ഇല്ല കേട്ടോ. എന്തൊക്കെയാ ഉള്ളത്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഹോൾ റൈസ് ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ വന്ന് സിംപ്ലിഫൈ ചെയ്യാതെ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതിയേക്കുന്ന 2 പേരുണ്ട്. നോക്കിക്കേ, ആരൊക്കെയത്? ഇവര് രണ്ടുപേരും ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതിയല്ലേ. അപ്പൊ ഇവർക്ക് വല്ല കുഴപ്പമുണ്ടോ നോക്കാം. അതെന്താ നമ്മൾ അങ്ങനെ എഴുതി വെച്ചേ? വേറൊന്നും കൊണ്ടല്ല. ഇതെന്ന് പറഞ്ഞാല് എന്താണ്? ഡിഫറന്റ് ബേസ് ആയിരുന്നു. പക്ഷെ ഡിഫറന്റ് ബേസ് ആണെങ്കിലും അവിടെ ആര് സെയിമാ? സോറി ഇവിടെ 5^5 ആയിരുന്നു കേട്ടോ. 5^5 ആയിരുന്നു. മിസ് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഇവിടെ 5^5 ആയിരുന്നു, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഡിഫറന്റ് ബേസ് ആണ്, പക്ഷെ എന്താണ്? ഒരേ പവറാണ്. ഡിഫറന്റ് ബേസ് ആണ്, പക്ഷെ ഒരേ പവറാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വല്ല പ്രത്യേകതയുണ്ടോ എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സാമ്പിൾ തന്നെ എടുക്കാം. 2^5 ഇൻറ്റു 5^5. 2^5 എത്ര മക്കളെ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? 5 തവണ 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5^5 എന്നാ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 അല്ലേ? എനിക്ക് വേണേ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുത്തൂടെ? ഞാൻ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 5 എത്ര? 10 ഇൻറ്റു അടുത്ത 2 ഇൻറ്റു 5 എടുക്കുവാണേ, എത്ര കിട്ടും? 10. അടുത്ത 2 ഇൻറ്റു 5 എടുക്കുക, അപ്പോഴും എന്ത് കിട്ടും? 10. അടുത്ത 2 ഇൻറ്റു 5 എടുക്കുക, അപ്പോഴും എന്നാ കിട്ടും? 10. അടുത്ത 2 ഇൻറ്റു 5 എടുക്കുക, അപ്പോഴും എന്ത് കിട്ടും? 10. എന്ത് ചെയ്തു? 5 തവണ 10നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് വരെ എനിക്ക് ഇങ്ങനെ എഴുതിയാൽ പോരെ? 10^5 എന്ന്. അപ്പൊ എന്താ ലോജിക്ക്? ഇതേ സിമ്പിൾ ആയിട്ട് കിട്ടി. ഡിഫറന്റ് ബേസ് ആണ്, പവർ സെയിം ആണെങ്കിൽ പവറിനെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. കണ്ടോ? ഇവിടെ ഡിഫറന്റ് ബേസ് ആയിരുന്നു, പവറുകൾ സെയിം ആയിരുന്നു അല്ലേ? പവറുകളെ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ എഴുതിയിട്ട് ബേസുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഒരു ബേസ് 2, ഒരു ബേസ് 5 ആയിരുന്നു. 2 ഇൻറ്റു 5 എത്ര? 10.
അപ്പം നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ് കൂടെ നമ്മുടെ ഇതിനകത്തോട്ട് കയറി വരുന്നു. എന്താണ്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. കണ്ടോ? ബേസ് ഡിഫറെൻ്റ് ആയി, പവർ സെയിം ആയി. എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതേ പവർ ഇടുന്നു. കിട്ടിയില്ല മക്കളെ? അപ്പൊ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ആയിരുന്നെങ്കിലോ, സോറി ബി റേസ് ടു എം ആയിരുന്നെങ്കിലോ, ഒരേ ബേസ് ഒരേ പവർ ആയ സ്ഥിതിക്ക് ബേസുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്തിട്ട് ഹോൾ റേസ് ടു ആ സെയിം പവർ എടുക്കും. അപ്പൊ നമ്മൾ പഠിച്ചത് 5 റൂൾസ് ആണ്. എന്തൊക്കെ? ഒരേ ബേസ് ഡിഫറെന്റ് പവറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ബേസ് എഴുതുക, പവറുകൾ ആഡ് ചെയ്യുക. ഡിവിഷൻ ആണെങ്കിൽ സെയിം ബേസ് പവർ സബ്ട്രാക്ട് ചെയ്യുന്നു. പവറിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഹോൾ റേസ് ടു. ഇവിടെ എന്ത് പറ്റി? ഡിഫറെന്റ് ബേസ് സെയിം പവർ ആണെങ്കിൽ മാത്രം സെയിം പവർ അവിടെ ഇടുക, ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവിഷൻ ആണെങ്കിൽ ബേസുകൾ ഡിവൈഡ് ചെയ്യുക, സെയിം പവർ ഇടുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ 2 വട്ടത്തിൽ കിടക്കുന്നവരെ കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? ഒരേ പവർ ആണല്ലേ, അപ്പൊ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എത്ര? 2 × 5 10 റേസ് ടു 5. ഇവിടെയോ? ഇവിടെ ഒരേ ബേസ് ആണ്, ഒരേ പവർ ആണല്ലേ, അപ്പൊ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി യെ നമുക്ക് എ ബി എന്ന് വിളിക്കാം കേട്ടോ. എ ബി റേസ് ടു 4. എല്ലാത്തിന്റെ ആൻസർ കിട്ടിയല്ലോ മക്കളെ? ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? കറസ്പോണ്ടിങ് എഴുതാൻ വേണ്ടി എഴുതിയതാ, ഇനി ഇത്രയും ഇതാക്കി എഴുതിയല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അവരെന്താ പറഞ്ഞത്? സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സ്പൊണൻസ് ആക്കാനാ പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുവാണേ. ഫസ്റ്റ് ഒന്നാമത്തെ ആൻസർ അവർ തന്നേക്കുന്ന എടുക്കുക. 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 4 ഇൻറ്റു 4നെ സിംപ്ലിഫൈ ചെയ്. 4 എന്ന് വെച്ചാൽ എന്നാ? 2 × 2 അല്ലേ? 2 × 2 എന്ന് വെച്ചാൽ എന്നാ? 2 റേസ് ടു 2 അല്ലേ? 2 റേസ് ടു 2. അതാണ് അവർ ഉദ്ദേശിച്ച സിംപ്ലിഫിക്കേഷൻ. ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 32. 32നെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ദേ നോക്ക്, ഫാക്ടറൈസേഷൻ. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 കിട്ടും. 16നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8 കിട്ടും. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2നെ ഇനി ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ? 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ 1 കിട്ടും. 1 കിട്ടും. നമ്മൾ എന്താണ്? 1നെ റിമൈൻഡർ അല്ല, ഫാക്ടർ 1 കിട്ടും. നമ്മൾ 1നെ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാര്യം 1 കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് 32ന് വരെ എന്തെഴുതാം? 1 2 3 4 5. 2 റേസ് ടു 5 എന്ന് എഴുതി കൂടായോ? കാര്യം എന്താ? 32 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. ഇൻറ്റു 1 കൊണ്ട് വലിയ എഫക്റ്റ് ഇല്ല. 5 തവണ 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയും? 2 റേസ് ടു 5. ക്ലിയർ ആണല്ലോ? ഞാൻ കാൽക്കുലേഷൻ റബ്ബ് ചെയ്യുവാണേ. ഇസ് ഈക്വൽ ടു, നമുക്കിനി നമ്മുടെ റൂൾ അപ്ലൈ ചെയ്യാം. ഈ രണ്ടിനും ഇതും സെയിം എന്ത്? ബേസ്. അപ്പൊ നമ്മൾ 2 റേസ് ടു എന്ത് ചെയ്തേക്കോ? അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കോ. മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം? പവറുകൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യ്. 3 + 2 ഇൻറ്റു പിന്നെ ഒരു 3 റേസ് ടു 4 ഉണ്ട്. താഴെ ഒരു 2ന്റെ ആളെ ഞാൻ 2ന്റെ താഴെ തന്നെ എഴുതുക കേട്ടോ. 2 റേസ് ടു 5 ഉണ്ട്. ഇൻറ്റു 3 ഉണ്ട്. 3യെ എനിക്ക് 3 റേസ് ടു 1 എന്ന് എഴുതി കൂടെ? എഴുതാം. ഇസ് ഈക്വൽ ടു, ഇപ്പം എന്തായി? 2 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 4 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 5 ഇൻറ്റു 3 റേസ് ടു 1. 2ന്റെ എടുക്കാം. എന്തേ? ഒരേ ബേസ് എന്ത് ചെയ്തേക്കുന്നു? ഡിവൈഡ് ചെയ്തേക്കുന്നു. ഒരേ ബേസ് ആണെങ്കിൽ അതേ ബേസ് എഴുതുക. ഡിവിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 5 - 5 ഇൻറ്റു 3 റേസ് ടു, ദേ ഒരേ ബേസ്
a raised to 0 is equal to 1, 1 raised to 0 is equal to 1, 2 raised to 0 is equal to 1. ഇത്രേ ഉള്ളൂ. എന്തിന്റെ മുകളിൽ 0 വന്നാലും അതിന്റെ ഉത്തരം എന്താണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 into 3 raised to 3. 1നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കണോ? വേണ്ട. ഉത്തരം എന്താണ്? 3 raised to 3 എന്ന് എഴുതാം. ആൻസർ എന്ത് കിട്ടി? 3 raised to 3. ലോജിക്ക് മനസ്സിലായോ? എന്ത് ചെയ്തു? ഒരേ വലുതായിട്ട് തന്നേക്കുന്നവരെ കൂടെ സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കി, എന്നിട്ട് ഒരേ ബേസുകൾ തമ്മിലുള്ള കാൽക്കുലേഷൻസ് നടത്തി കാണിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഞാൻ റബ്ബ് ചെയ്യുവാണേ. ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ അതങ്ങ് റബ്ബ് ചെയ്ത് കളയുക. നോട്ട് തരുമല്ലോ നിങ്ങൾക്ക്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. എന്താ അവർ പറഞ്ഞത്? 5 square the whole raised to 3 into 5 raised to 4, അത്ര ഒരു ബ്രാക്കറ്റ് ഇല്ല, divided by 5 raised to 7, divided by 5 raised to 7. ഇത് ഏത് ഫോർമാറ്റ്? ഏതാ ഫോർമുല? ഇവിടോട്ട് എഴുതുക. a raised to m the whole raised to n. അതിന്റെ ഇക്വേഷൻ എന്നായിരുന്നു? a raised to m into n. ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 5 raised to 2 into 3 into 5 raised to 4 divided by 5 raised to 7. 2 into 3 എത്ര? 6. ഇതെങ്ങനെ ആകും? 5 raised to 6 into 5 raised to 4 divided by 5 raised to 7 is equal to, ഒരേ ബേസ് ഉള്ളവരെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യണം? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. മനസ്സിൽ അറിയാതെ വന്നു പോകും പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അത് തെറ്റാ കേട്ടോ. ഒരേ ബേസ് ഉള്ളവരെ മൾട്ടിപ്ലൈ ചെയ്താൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ 5 പവർ ആഡ് ചെയ്യും, 6 plus 4 divided by 5 raised to 7 ഉണ്ടായിരുന്നു. is equal to 5 raised to 6 plus 4 എത്ര? 10. 5 raised to 10 divided by 5 raised to 7. ഒരേ ബേസുകൾ ഡിവൈഡ് ചെയ്താൽ എന്ത് ചെയ്യണം? പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. 10 minus 7 എത്ര? 5 raised to 3. ക്ലിയർ ആയോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. എന്താ? 25ന് പകരം എന്ത് എഴുതി വെക്കണം? 5 raised to 2 the whole raised to എന്തുണ്ട്? 4 divided by 5 raised to 3. എന്ത് കിട്ടും? a raised to m the whole raised to n is equal to a raised to m into n. അപ്പൊ 2 into 4 divided by 5 raised to 3 is equal to 5 raised to 8 divided by 5 raised to 3. എന്ത് ചെയ്യണം? ഒരേ ബേസുകൾ ഡിവൈഡ് ചെയ്താൽ അതേ ബേസ് പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. എന്ത് കിട്ടും? 5 raised to 5. മനസ്സിലായോ? അപ്പൊ വലുതായിട്ട് വന്നാൽ അത് എന്ത് ചെയ്യണം? അത് സിംപ്ലിഫൈ ചെയ്ത് ചെറുതാക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. 3 into 7 square into 11 raised to 8. 11നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 11 പ്രൈമാ. ഡിവൈഡഡ് ബൈ 21 into 21നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? പറ്റും. 7ന്റെ ഫാക്ടർ ആണ് 21. അപ്പം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 21 എന്ന് വെച്ചാൽ എന്താ? 7 into 3 ആ. അപ്പം നമ്മൾ അത് എഴുതി. 21 പകരം 7 into 3 എഴുതി. 21 is equal to 7 3s are 21. അടുത്ത എന്താ? ഇൻറ്റു 11 raised to 3. അപ്പൊ 7ന്റെ പവർ ഇവിടെ എത്ര? 1 ആണ്. 3യുടെ പവർ ഇവിടെ എത്ര? 1 ആണ്. 3യുടെ പവർ ഇവിടെ എത്ര? 1. നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. ആദ്യം 3 എഴുതി, then 7 എഴുതി, then 11 എഴുതി. അതേ ഫോമാറ്റ് താഴെയും കീപ്പ് ചെയ്യാം. 3 raised to 1 into 7 raised to 1 into 11 raised to 3. നമുക്ക് 3കൾ തമ്മിൽ ഡിവൈഡ് ചെയ്തപ്പോൾ പവറുകൾ സബ്ട്രാക്ട് ചെയ്യാം. 3 raised to 1 minus 1 into 7കൾ തമ്മിൽ 7 തമ്മിൽ ചെയ്യുമ്പോൾ കിട്ടും 7ന്റെ പവറുകൾ സബ്ട്രാക്ട് ചെയ്യാം. ഇൻറ്റു 11 തമ്മിൽ
അപ്പോഴും ഡിവിഷൻ ആയതുകൊണ്ട് 11ന്റെ പവറുകൾ സബ്ട്രാക്ട് ചെയ്തു. 3 റേസ് ടു 1 മൈനസ് 1 0 ഇൻറ്റു 7 റേസ് ടു 2 മൈനസ് 1 എത്ര 1 ഇൻറ്റു 11 റേസ് ടു 8 മൈനസ് 3 എത്ര 5. 3 റേസ് ടു 0 എത്ര മക്കളെ 1 എനിത്തിങ് റേസ് ടു 0 1 1 ഇൻറ്റു 7 റേസ് ടു 1 എന്ന് വെച്ചാൽ 7 തന്നെ ഇൻറ്റു 11 റേസ് ടു 5. 1 ഇൻറ്റു എഴുതേണ്ട കാര്യമുണ്ടോ ഇല്ല. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം 7 ഇൻറ്റു 11 റേസ് ടു 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് 5th ക്വസ്റ്റ്യൻ ഹോംവർക്ക് കേട്ടോ. 5th ക്വസ്റ്റ്യൻ ഹോംവർക്ക്. 5th ക്വസ്റ്റ്യൻ ഹോംവർക്ക്. 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാ പറഞ്ഞേക്കുന്നേ 2 റേസ് ടു 0 2 റേസ് ടു 0 എന്ന് വെച്ചാൽ എന്നാ 1 പ്ലസ് 3 റേസ് ടു 0 3 റേസ് ടു 0 എന്നാ 1 പ്ലസ് 4 റേസ് ടു 0 4 റേസ് ടു 0 എന്നാ 1 എത്ര കിട്ടും 3. അവരെന്താ പറഞ്ഞേ 2 റേസ് ടു 0 പ്ലസ് 3 റേസ് ടു 0 പ്ലസ് 4 റേസ് ടു 0 എത്രയാണെന്നാണ് അവരുടെ ചോദ്യം. 2 റേസ് ടു 0 എനിത്തിങ് റേസ് ടു എന്തിന്റെ മുകളിൽ 0 വന്നാലും 0യാ. അത് 0യുടെ മുകളിൽ 0 വന്നാലും എന്തിന്റെ മുകളിൽ 0 വന്നാലും 1 0യുടെ മുകളിൽ 0 വന്നാലും 1. ഓക്കെ, അപ്പൊ 2 റേസ് ടു 0 എത്ര 1 3 റേസ് ടു 0 എത്ര 1 4 റേസ് ടു 0 എത്ര 1 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 7th ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ. 2 റേസ് ടു 0 എന്താ 1 ഇൻറ്റു 3 റേസ് ടു 0 1 ആണ് ഇൻറ്റു 4 റേസ് ടു 0 എത്ര 1 ആണ് എത്ര കിട്ടും 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 എന്ന് കിട്ടും. അപ്പൊ 6th 7th എളുപ്പമല്ലേ ഇരുന്നോ. അടുത്തത് 8th ക്വസ്റ്റ്യൻ നോക്കാം. കിടക്കുന്ന 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ എന്താണ് 3 റേസ് ടു 0 പ്ലസ് 2 റേസ് ടു 0 അതൊരു ബ്രാക്കറ്റിലാണ് ഇൻറ്റു 5 റേസ് ടു 0 വാല്യൂസ് ഇടാം. 3 റേസ് ടു 0 എന്നാ 1 പ്ലസ് 2 റേസ് ടു 0 എന്നാ 1 ബ്രാക്കറ്റ് അതുപോലെ നമ്മൾ വിട്ടു ഇൻറ്റു 5 റേസ് ടു 0 എന്നാ 1 ബ്രാക്കറ്റിൽ ഉള്ളത് വേണം ആദ്യം ചെയ്യാനും. നമുക്കറിയാം 1 പ്ലസ് 1 എത്ര 2 2 ഇൻറ്റു 1 എത്ര 2. 8ാമത്തെ ആൻസർ എന്ത് കിട്ടി 2 എന്ന് കിട്ടി. ക്ലിയർ ആയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഹോംവർക്ക് എല്ലാം ഞാൻ ചെയ്തു തന്നാലോ. ഹോംവർക്ക് 10th ക്വസ്റ്റ്യൻ നോക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ a raised to 5a by a raised to 3 into a raised to 8. നമുക്ക് ചെയ്യാം. ഇതിനെ അവരൊരു ബ്രാക്കറ്റിൽ അതൊന്ന് ബ്രാക്കറ്റ് തന്നെ ആദ്യം ചെയ്യാം. ഒരേ ബേസുകൾ ഡിവൈഡ് ചെയ്താൽ പവറുകൾ സബ്ട്രാക്ട് ചെയ്യുക ഇൻറ്റു എ റേസ് ടു 8നെ അതുപോലെ എഴുതി 5 മൈനസ് 3 എത്ര കിട്ടും 2 എന്ന് കിട്ടും. എ റേസ് ടു 2 ഇൻറ്റു എ റേസ് ടു 8 ഒരേ ബേസ് ഇൻറ്റു ചെയ്താൽ പവറുകൾ ആഡ് ചെയ്യണം. എ റേസ് ടു 2 പ്ലസ് 8 എത്ര കിട്ടും എ റേസ് ടു 10 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 11th ക്വസ്റ്റ്യൻ നോക്കാം. ലോജിക്ക് അറിയാമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന സാധനമാണ്. ലോജിക്ക് അറിയണം, അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പൊ നമ്മൾ എത്രാമത്തെ ക്വസ്റ്റ്യനാ ചെയ്തത് 10th ക്വസ്റ്റ്യൻ. അപ്പൊ 11th ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞേ 4 റേസ് ടു 5 ഇൻറ്റു എ റേസ് ടു 8 ബി റേസ് ടു 3. രണ്ട് ലെറ്റേഴ്സിന്റെ ഇടയ്ക്ക് ഇൻറ്റു ഇല്ലെങ്കിൽ ഇൻറ്റു ഇടാം നമുക്ക് കേട്ടോ. എന്ന് വെച്ചാൽ എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു എ ബി എന്നാണ്. അപ്പൊ ലെറ്റേഴ്സിന്റെ ഇടയിൽ ഇൻറ്റു ഒന്നും ഇല്ലാതെ ചുമ്മാ രണ്ട് ലെറ്റേഴ്സിനെ ചേർത്ത് എഴുതി അതിന്റെ മീനിങ് അവര് തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്ന്. ഡിവൈഡഡ് ബൈ 4 റേസ് ടു 5 ഇൻറ്റു എ റേസ് ടു 5 നടുക്കൊന്നും അവരിട്ടിട്ടില്ല. നമുക്ക് എന്തിടാം ഇൻറ്റു ഇടാം. ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഇൻറ്റു ഇട്ട് കൊടുക്കണം. ബി റേസ് ടു 2 നമുക്ക് 4കൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം ബേസ് എഴുതുക, പവറുകൾ സബ്ട്രാക്ട് ചെയ്യുക. എത്ര 5 മൈനസ് 5 എത്ര കിട്ടും 0 ഇൻറ്റു എ റേസ് ടു സെയിം ബേസുകളുടെ പവർ സബ്ട്രാക്ട് ചെയ്യും 8 മൈനസ് 5 എത്ര 3 ഇൻറ്റു ബി റേസ് ടു പവറുകൾ സബ്ട്രാക്ട് ചെയ്യും 3 മൈനസ് 2 എത്ര 1. അപ്പം നമുക്ക് എന്ത് എഴുതാം 4 റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1, എ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എ റേസ് ടു 3 തന്നെ, ബി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ബി തന്നെ. ഇൻറ്റു ഇടണോ വേണമെന്ന് നിർബന്ധമില്ല. 1 ഇൻറ്റു ഇടണോ
1 കൊണ്ടാ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതും ചെയ്യാത്തതൊക്കെ കണക്കാം. അതുകൊണ്ട് നമുക്ക് അതിനെ a raised to 3b എന്ന് എഴുതാം. ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ പറഞ്ഞത്? 2 raised to 3 into 2 the whole square. നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ചെയ്യാം. ഇതിന്റെ പവർ എത്ര? 1 ആണ്. ഒരേ ബേസിൽ അവരെ മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ബേസ് എഴുതുക, പവറുകൾ ആഡ് ചെയ്യുക. 3 + 1 എത്ര? 4. ദ ഹോൾ റൈസ് ടു എന്തുണ്ട്? 2 ഉണ്ട്. ഇത് ഏത് ഫോമാറ്റാ? a raised to m the whole raised to n. എന്തുവാ? a raised to m into n. എത്ര കിട്ടും? 2 raised to 4 into 2 എത്ര? 8. 2 raised to 8. പ്രോപ്പർട്ടീസ് ഒന്നുകൂടെ കാണിച്ചു തരുക. പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സെയിം ബേസുകൾ ഡിവൈഡ് ചെയ്താൽ പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. പവറുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഹോൾ റൈസ് ടു ഇടുന്നതും സെയിം ആണ്. ഇനി എന്താ? ഒരേ പവറുകൾ വന്നാൽ ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, ഒരേ പവറുകൾ വന്നിട്ട് ഡിവിഷൻ ആണെങ്കിൽ ബേസുകൾ ഡിവൈഡ് ചെയ്ത് എഴുതുക. ക്ലിയർ? അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ. ട്രൂ ഓർ ഫോൾസ്. ട്രൂ ഓർ ഫോൾസ് എഴുതിയിട്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ട്രൂ ഓർ ഫോൾസ് എഴുതാം. ഇതെങ്ങനെ? ഫസ്റ്റ് പാർട്ട് നോക്ക്. 10 into 10 raised to 11. അപ്പൊ 10ന്റെ പവർ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇസ് ഈക്വൽ ടു എന്താ? 10 into 10 raised to 11. ഒരേ ബേസ് ആയാൽ എന്ത് ചെയ്യണം? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. അവര് അത് ഇസ് ഈക്വൽ ടു എന്തെന്നാ തന്നെ? 100 raised to 11 ആണോ എന്നാ ചോദ്യം. 100 എന്ന് വെച്ചാൽ എന്നാ മക്കളെ? 100നെ നമുക്ക് 10 into 10 എന്ന് എഴുതിക്കൂടെ? വരും. എത്ര? 10 raised to 22 വരും. അപ്പൊ എന്താ? നമ്മൾ LHS ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 10 raised to 12 ആണ്. RHS ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 10 raised to ജസ്റ്റിഫിക്കേഷൻ എന്താ? ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? അടുത്തത് തന്നിരിക്കുന്നതിൽ വലുത്. അപ്പൊ ആദ്യത്തെ എന്താന്ന് കിട്ടി? നമുക്ക് ഫോൾസ് എന്ന് കിട്ടിയേ. അത് എഴുതി വെക്കാണേ, ഫോൾസ്. ആദ്യത്തത് ഫോൾസ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 raised to 3 greater than 5 raised to 2 ആണോ എന്നാണ് അവരുടെ ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്കൊന്ന് 2 raised to 3 കണ്ടുപിടിക്കാം. 2 raised to 3 എത്ര? 2 into 2 into 2. എത്ര? 2 into 2 4, 4 into 2 8. 5 raised to 2 കണ്ടുപിടിക്കാം. എന്താ? 5 into 5. 5 into 5 എന്നാ? 25. ആരാ വലുത്? 25 അല്ലേ വലുത്. 25 greater than 8. 25 എന്ന് വെച്ചാൽ ആരാ? 5 square ആ. 5 square greater than 2 cube. അപ്പൊ അവര് പറഞ്ഞത് ശരിയാണോ? തെറ്റാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായി? ഫോൾസ് ആയി മാറി. മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേക്കുന്നത്? 2 raised to 3 into 3 square is equal to 6 raised to 5 ആണോ എന്നാണ് അവരുടെ ചോദ്യം. ഇങ്ങനൊന്നും എഴുതി വെക്കരുത്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തന്നതാ. നമുക്കറിയാവുന്ന റൂൾസ് എന്താ? സെയിം ബേസ് ആണെങ്കിലുള്ള പരിപാടി അറിയാം. ഇവിടെ സെയിം ബേസ് ആണോ? അല്ല. ഒരെണ്ണം 2, ഒരെണ്ണം 3. സെയിം പവർ ആണെങ്കിലുള്ള പരിപാടിയും അറിയാം. ഇവിടെ സെയിം പവർ ആണോ? അല്ല. അപ്പൊ നമുക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. സെയിം ബേസോ സെയിം പവറോ ആയിരുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ
ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയായിരുന്നു, പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. അപ്പം നമുക്ക് LHS എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് എടുക്കാം. 2�3× 3² എടുക്കുക. 2 ക്യൂബ് എത്ര മക്കളെ? 8 അല്ലേ? 2 × 2 × 2 8 അല്ലേ? 3² എത്ര? 9 അല്ലേ? 8 9s are എത്ര? 72. 6⁵5 എത്ര? യും 1000⁻0 ഈക്വൽ ആണോ എന്ന്. 3⁻0 എന്നാ 1 ആ. എനിത്തിങ് ⁻0 1 ആണ്. 1000⁻0 എത്ര? അതും 1 ആ. എന്തിന്റെ പവർ 0 വന്നാലും അതിന്റെ ഉത്തരം 1 ആണ്. അപ്പൊ അവർ ഈക്വൽ ആണോ? ആണ്. അപ്പൊ ട്രൂ ആണോ എന്ന് ചോദിച്ചാൽ അത് ട്രൂ ആണോ? ട്രൂ ആണ്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഈ എക്സസൈസ് അങ്ങ് തീർക്കാം. ഇല്ല, കുറെ ക്ലാസ്സുകൾ വേണ്ടി വരും. എക്സ്പ്രസ് ദ ഫോളോയിങ് പ്രൊഡക്റ്റ് പ്രൈം ഫാക്ടേഴ്സിൽ റെപ്രസെന്റ് ചെയ്യാൻ. 2 എണ്ണം മിസ് ചെയ്യിപ്പിച്ചു തരാം. അടുത്ത മക്കളെയാണ് മിസ് ഇതേ വലുത് 2 എണ്ണം ചെയ്തു തരാം. സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും മിസ് ചെയ്യാം. സെക്കൻഡ് അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് എടുക്കുവാണേ. എന്താണ്? 108 × 192. അപ്പൊ ഞാൻ ആദ്യം എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ 108 എടുക്കുക. 108 എടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്യുക. ആദ്യം എന്താ? ലാസ്റ്റ് ഈവൻ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 54. 10ൽ 5 തവണയുണ്ട്, 8ൽ 4 തവണയുണ്ട്. എഗൈൻ 2 കൊണ്ട് ചെയ്യുക. 5ൽ എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. 2 2s are 4. മിച്ചം എന്തുണ്ട്? 1 ഉണ്ട്. ഇപ്പൊ എത്ര ഇവിടെ? 14. 14ൽ എത്ര തവണയുണ്ട്? 7 തവണ. 2 കൊണ്ട് പറ്റുമോ? ഇല്ല. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആണെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ 3 കൊണ്ട് പറ്റുമോ നോക്കാം. 3 കൊണ്ട് പറ്റുമോ നോക്കുന്നത് എങ്ങനെയാ? ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 3 6 9 കിട്ടുവാണെങ്കിൽ ഓക്കെ. ആഡ് ചെയ്തപ്പോൾ 9 കിട്ടി. അപ്പൊ 3 കൊണ്ട് ചെയ്യാം. 9 3s are 27. 9നെ പിന്നെയും 3 കൊണ്ട് ചെയ്യാം. 3 കിട്ടി. ഇവിടെ 3 കൊണ്ട് ചെയ്യാം. 1 കിട്ടി. 1 എടുക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പം 108നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 തവണ 2 ഉണ്ട് അല്ലേ? അപ്പൊ 2⁻2 ഇൻറ്റു എത്ര തവണയുണ്ട്? 3. 3 തവണ 3 ഉണ്ട്. 3⁻3 ഇൻറ്റു 1 ഉണ്ട്. 1 എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇൻറ്റു സിമിലർലി നമ്മൾ 192നെയും ചെയ്യാൻ പോവാം. 192നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര തവണയുണ്ട്? 9 ടൈംസ്. 9 2s are 18. ബാലൻസ് 1 ഉണ്ട്. 12. 12ൽ എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ്. എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആയതുകൊണ്ട്. 9ൽ എത്ര തവണയുണ്ട്? 2 4 തവണ. 4 2s are 8. ബാലൻസ് ഇവിടെ 1 ഉണ്ട്. എത്ര? 16. 16ൽ എത്ര തവണയുണ്ട്? 8. എഗെയിൻ 2 കൊണ്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 24. എഗെയിൻ 2 കൊണ്ട് ചെയ്യാം. 12. പിന്നെയും 2 കൊണ്ട് ചെയ്യാം. എത്ര കിട്ടും? 6. പിന്നെയും 2 കൊണ്ട് ചെയ്യാം. 3. 3യെ പിന്നെന്താ? 3 കൊണ്ട് ചെയ്യാൻ പറ്റൂ? 1. അപ്പം നമുക്ക് 192ന് പകരം എന്താ എഴുതാം? 192 എന്ന് പറഞ്ഞാൽ എന്താ? 1 2 3 4 5 6. 6 തവണ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2⁻6 ഇൻറ്റു 1 തവണ 3 ഉണ്ട്. 3 ഇൻറ്റു 1 എഴുതണോ? വേണ്ട. വേണ്ടേ? ഒരേ ബേസ് വന്നാൽ എന്ത് ചെയ്യണം? പവറുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഇൻറ്റു അടുത്ത നോക്ക്, ഇതും ഒരേ ബേസ് വന്നാൽ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? 2⁻8 ഇൻറ്റു 3⁻4 എന്ന് കിട്ടി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കൂടി ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞത്? 729 ഇൻറ്റു 64. അപ്പം നമുക്കത് 729 സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് പറ്റുമോ? പറ്റുകയില്ല. 3 കൊണ്ട് പറ്റുമോ നോക്കാം. ആഡ് ചെയ്യ്. 9 2 11. 11 7 18. 18നെ പിന്നെ ആഡ് ചെയ്തേ. 8 1 9. 3 കൊണ്ട് പറ്റും. എത്ര തവണ? 2 തവണ. ബാലൻസ് 1 ഉണ്ട്. 3 2s are 6. 6ന്റെ ബാക്കി 1 ഉണ്ട്. 12ൽ 3 എത്ര തവണയുണ്ട്? 4 തവണയുണ്ട്. 3ൽ 3 3 തവണ. ഇതിനെ പിന്നെ 2 കൊണ്ട് ചെയ്യാൻ പറ്റുകയില്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ 3 കൊണ്ട് പറ്റുമെന്ന് നോക്കാം. 3 4 3 7 7 9. 9 കിട്ടിയാൽ പറ്റൂ. 3 കൊണ്ട് ചെയ്യുക. 2ൽ ഇല്ല. 24ൽ എത്ര തവണയുണ്ട്? 8 ടൈംസ്. 8 3s are 20. 3ലോ 1 തവണ. കൂട്ടി നോക്ക്. 8 1 9.
ഉറപ്പിച്ചു 3 കൊണ്ട് ചെയ്യാം. എത്ര 8ൽ എത്ര തവണ ഉണ്ട് 3? 2 തവണ. എത്ര 3 2s are 6. ബാലൻസ് ഇവിടെ 2 ഉണ്ട്. 21ൽ എത്ര തവണയുണ്ട്? 7. ആഡ് ചെയ്തു 7 7 plus 2 9. 3 കൊണ്ട് പറ്റും. 9 3s are 27. പിന്നെ 3 കൊണ്ട് പറ്റും 3. പിന്നെ 3 കൊണ്ട് പറ്റും 1. അപ്പം 729ന് പകരം എന്തെഴുതാം? 1 2 3 4 5 6 തവണ 3 എടുക്കണം. അപ്പൊ 3 raised to 6 into 1. 1 എടുക്കണോ? വേണ്ട. ഇൻറ്റു 64നെ ഫാക്ടറൈസ് ചെയ്യ്. 64നെ 2 കൊണ്ട് പറ്റും. 32. 32നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 16. 16നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 8. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. അപ്പൊ നമ്മൾ എന്തെടുക്കാം? 1 2 3 4 5 6. 2 raised to 6 into 1 എഴുതണോ? വേണ്ട. വേണ്ടേ? ഒരേ പവറുകൾ വന്നാൽ ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്യാന്നാ പഠിച്ചത് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 2 the whole raised to 6. 3 into 2 എന്നാ 6. 6 raised to 6. മനസ്സിലായോ? എന്നാ ചെയ്തേ? എന്തുവാ ചെയ്തേ? തന്നേക്കുന്നവന്മാരെ സിംപ്ലിഫൈ ചെയ്തു, ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതിയിട്ട് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യായിരുന്നു. ഈ ക്വസ്റ്റിന് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലാതെ എഴുതി. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ഹോംവർക്ക്, ഫോർത്ത് ക്വസ്റ്റ്യനും ഹോംവർക്ക്. ഓക്കെ. അപ്പൊ ഇതിലെ ലാസ്റ്റ്, ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ് ലെങ്തി ആയി പോകുന്നത് ഇതുകൊണ്ടിട്ടാ കേട്ടോ. 2 ചെയ്തു തരാം ഞാൻ. 2 വേണ്ട, ഒരെണ്ണമേ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ താനെ ചെയ്. തേണ്ടേ ഇത് ചെയ്യാൻ കൂട്ടത്തിൽ വലുത് ഏതാണോ അത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്തു തരാം. എന്താ? 25 into 5 square into t raised to 8 divided by 10 cube into t raised to 4. നമുക്ക് എഴുതാം. 25 എന്ന് വെച്ചാൽ എന്താ? 25 എന്ന് വെച്ചാൽ എന്നാ? 5 into 5. 5 into 5 എന്ന് വെച്ചാൽ എന്താ? 5 square. അപ്പൊ 25ന് പകരം നമ്മൾ എന്ത് എഴുതി? 5 square. 5 സ്ക്വയറിന് പകരം വേറെ ഒന്നും എഴുതുന്നില്ല. 5 സ്ക്വയർ തന്നെ. കാര്യം എന്താ? 5 എന്ന് പറയുന്നത് പ്രൈം നമ്പറാ. ഇൻറ്റു ടി റേസ് ടു 8 അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ 10 ക്യൂബ്. 10നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമായിരുന്നു. 2 into 5. അപ്പൊ 10 ക്യൂബ് എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 into 5 the whole cube എന്ന് എഴുതാം. ഇൻറ്റു ടി റേസ് ടു 4. നമ്മുടെ പ്രോപ്പർട്ടി ആലോചിച്ച് നോക്കിക്കാം മക്കളെ. a raised to m into b raised to n is equal to a into b the whole raised to n. Sorry. a raised to m into b raised to m. ബേസുകൾ ഡിഫറൻറ്റ്, പവറുകൾ സെയിം. അങ്ങനെയാണെങ്കിൽ ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെയിം പവർ എഴുതിയാൽ മതി അല്ലേ? ആ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാ ഞാൻ. ആദ്യം തന്നെ ഇത് ഒരേ ബേസ് ആണെങ്കിൽ പവറുകൾ ആഡ് ചെയ്യുക. ഇൻറ്റു ടി റേസ് ടു 8 ഡിവൈഡഡ് ബൈ, നോക്കിക്കേ, ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ എഴുതി. ഇതാ പരിപാടി ചെയ്തേ അല്ലേ? ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പവർ എഴുതുന്നതും അതിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 raised to 3 into 5 raised to 3 എന്ന് എഴുതാം അല്ലേ? സെയിം പവർ ആയതുകൊണ്ട് ബേസുകൾ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 5 10 കിട്ടും. ഇൻറ്റു ടി റേസ് ടു 4 is equal to 5 raised to 2 plus 2 എത്താ 4 ഇൻറ്റു ടി റേസ് ടു 8 ബൈ 5ന്റെ താഴെ 5 തന്നെ എഴുതാം. 5 raised to 3 ഇൻറ്റു ടിയുടെ താഴെ ടി തന്നെ എഴുതാം. ടി റേസ് ടു 4 ഇൻറ്റു 2 raised to 3 മിച്ചമുണ്ട്, അതാ ഞാൻ അവിടെ എഴുതി. ഇനി 5കളുടെ ഓപ്പറേഷൻ നടത്താം. 5കൾ തമ്മിൽ ഡിവൈഡ് ചെയ്തല്ലേ? ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യണം? സെയിം ബേസ് എഴുതുക, പവറുകൾ സബ്ട്രാക്ട് ചെയ്യുക. 4ൽ നിന്ന് 3 പോയാൽ എത്ര? 1 ഇൻറ്റു ടി റേസ് ടു എന്തുവാ ചെയ്യുന്നേ? ബേസുകൾ സബ്ട്രാക്ട് ചെയ്തോ. 8ൽ നിന്ന് 4 പോയാൽ എത്ര? 4. ഡിവൈഡഡ് ബൈ 2നെ ഒന്നും ചെയ്യാനില്ല. 2 raised to 3 is equal to എന്താണ്? 5 ഇൻറ്റു ടി റേസ് ടു 4 ബൈ 2 raised to 3. അല്ലാതെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ? 2 raised to 3യെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 raised to 3യെ ശരിക്കും ചെയ്യാനൊക്കെ പറ്റും. എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ 2 raised to 3യെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകാം.
അത് നമ്മൾ ഇപ്പോൾ പഠിക്കത്തില്ല. ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ വലിയ ക്ലാസ് ആകുമ്പോൾ പഠിക്കും. താഴത്തെ പവർ മുകളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ ഡിവൈഡഡ് ബൈ 2 raised to 3 ആണെങ്കിൽ ഇത് മുകളിൽ ചെല്ലുമ്പോൾ 2 raised to -3 ആകും. അങ്ങനെയൊക്കെ ലോജിക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ തന്നിരിക്കുന്നതിനെ 25 പ്രൈം അല്ലാത്തതുകൊണ്ട് അതിനെ ഫാക്ടർ ആക്കി, 10 ഫാക്ടർ ആക്കി, ഇതിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, ഇവിടെയും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. ക്ലിയർ?